സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ 17 എപ്പിസോഡുകളായിട്ട് സാമാന്യ ആപേക്ഷികത എന്ന 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്ര വിപ്ലവത്തിൻ്റെ ഉപയോഗം, അത് എങ്ങനെ നമ്മുടെ മനുഷ്യനെ സാമൂഹ്യ തലത്തിൽ ഉപയോഗിക്കാമെന്നും അവൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ദിവസങ്ങളാണിത്. ഇതിപ്പോൾ 18-ാമത്തെ എപ്പിസോഡായിരിക്കും എന്ന് വിചാരിക്കുന്നു. 17-ാമത്തെ. അതിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് 20-ാം നൂറ്റാണ്ടിലെ സാമാന്യ ആപേക്ഷികത എന്ന സിദ്ധാന്തം എത്തിയെന്നും അത് പ്രപഞ്ചത്തിലുള്ള എല്ലാ പ്രതിഭാസങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാ ഓരോ ചെറിയ അണുവിനും വലിയ പ്രപഞ്ചത്തിനും അടക്കം ഇത് ബാധകമാണെന്നും ആ നിയമങ്ങൾക്കനുസരിച്ചാണ് പ്രപഞ്ചം നീങ്ങുന്നതെന്നും അതുകൊണ്ട് തന്നെ അത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ, സൗരയൂഥത്തിൻ്റെ ഭാഗമായ ഭൗമഗോളത്തിൻ്റെ തൊലിപ്പുറത്തുള്ള മനുഷ്യനും മനുഷ്യൻ്റെ സമൂഹത്തിനും ആ സാമൂഹ്യ വ്യവസ്ഥക്കും സാമൂഹ്യ നിയമങ്ങൾക്കും ഒക്കെ ബാധകമാണെന്നും നമ്മൾ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിൽ ഈ എപ്പിസോഡിൽ ഇപ്പം ഞാൻ 3 പ്രാവശ്യമായിട്ട് ആരോഗ്യ പുനഃസ്ഥാപനത്തെക്കുറിച്ച്, രോഗചികിത്സയെക്കുറിച്ചിട്ട്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൻ്റെ അടിത്തറ ഇല്ലായ്മയെക്കുറിച്ചിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അത് ഒരു പരിധിവരെ ശരിയായെങ്കിൽ പോലും എനിക്കതൊരു പൂർണ്ണത വന്നില്ല എന്നൊരു തോന്നൽ. ഇതോടുകൂടി ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ എൻ്റെ പ്രായത്തിലുള്ള, ഞാനിപ്പോൾ 75.5 വയസ്സായി, എൻ്റെ പ്രായത്തിലുള്ള പെൻഷൻ പറ്റിയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഈ ലോകത്ത് കായികമായിട്ടോ അല്ലെങ്കിൽ മറ്റോ ഒരു ജോലി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലിരിക്കുന്ന, ജീവിതത്തിൻ്റെ അവസാനത്തെ കാലത്ത് സുഖമായിട്ട് ജീവിക്കാൻ, സുഖമായിട്ട് ഈ മരണത്തിലേക്ക് അടുക്കാൻ ഉള്ള ഒരു സുന്ദരമായ മരണപദ്ധതിയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഒന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുക. അത് മാത്രമല്ല, ഇത് പെൻഷൻകാർക്കുള്ളതാണ്. പെൻഷൻകാർക്ക് എങ്ങനെ പുറമേ നിന്നുള്ള ഒരു ഏജൻറ്റിൻ്റെ, പുറമേ നിന്നുള്ള ഒരു വിദഗ്ധൻ്റെ, പുറമേ നിന്നുള്ള ഒരു വലിയ ശാസ്ത്രത്തിൻ്റെ, പുറമേ നിന്നുള്ള ഒരു ശാസ്ത്ര കണ്ടുപിടുത്തത്തിൻ്റെ ഒന്നും സ്വാധീനമില്ലാതെ ഇല്ലാതെ എങ്ങനെ അയാളുടെ ജീവിതം കൂടുതൽ ആരോഗ്യപ്രദമായി, രോഗങ്ങളൊന്നുമില്ലാതെ മനോഹരമായി എങ്ങനെ കൊണ്ടു നടക്കാം, എങ്ങനെ അതുവഴി ഒരു ആസ്വാദ്യകരമായ മരണത്തിലേക്ക്, അതായത് എന്തായാലും മരിക്കുന്ന അറിഞ്ഞുകൊണ്ട്, കുറച്ച് ബുദ്ധിയുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും ഞാൻ, കാരണം മരണം എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, അത് പരമാവധി ആസ്വദിച്ചുകൊണ്ട് വേണ്ടപ്പെട്ടവരെ കണ്ട് അവരോടൊക്കെ വിട പറഞ്ഞ് നമുക്കുള്ള ലക്ഷ്യങ്ങളും നമുക്കുള്ള ബോധവും ഒക്കെ പകർന്ന് പോകുന്ന ഒരു വ്യവസ്ഥയെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ
പ്രായമായ ആൾക്കാർക്കാണ്, റിട്ടയർ ചെയ്ത ആൾക്കാർക്കാണ് എന്ന് ഞാൻ സമ്മതിച്ചു. പക്ഷേ അവർക്ക് പോലും ഇവിടെ ആരോഗ്യത്തോടു കൂടി മറ്റൊരാളുടെ, മറ്റൊരു വ്യവസ്ഥയുടെ, മറ്റൊരു വിദഗ്ധൻ്റെ സഹായമില്ലാതെ, അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകളുടെ സഹായമില്ലാതെ ജീവിക്കാം എന്ന് വന്നാൽ മറ്റുള്ള, അതായത് അത്ര പ്രായമില്ലാത്ത ആൾക്കാരുടെ സ്ഥിതി നമുക്ക് പറയാനില്ലല്ലോ. അപ്പോൾ ഇത് വയസ്സായ പെൻഷൻ പറ്റിയവർക്കുള്ളതാണെങ്കിലും പെൻഷൻ പറ്റാത്ത ചെറുപ്പക്കാർക്കും, എന്തിന് ഇപ്പോൾ ജനിച്ചു വരുന്ന ശിശുക്കൾക്കും പോലും ഈ ആരോഗ്യം നിലനിർത്താനും ആരോഗ്യത്തിലേക്ക് കുതിക്കാനും ആരോഗ്യ പുനഃസ്ഥാപനത്തിനും മറ്റെല്ലാ ചികിത്സക്കും ഉപയോഗിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഇന്നത്തെ നമ്മളെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ആകെപ്പാടുള്ളൊരു ബോധം, പൊതുബോധം എന്താണെന്ന് വെച്ചാൽ, ഈ ആരോഗ്യം എന്നത് ഒരു വലിയ വിൽപ്പനച്ചരക്കാണെന്നും അത് ഏറ്റവും വിദഗ്ധൻ്റെ അടുത്ത് പോയാൽ, ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയാൽ അവിടുന്ന് ഏറ്റവും നന്നായിട്ട് അത് കിട്ടും എന്ന ഒരു അന്ധവിശ്വാസം പേറുന്ന ആൾക്കാരാണ് നമ്മൾ. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകത എന്താ? യജമാനനാണ് കഴിവുള്ളവൻ, യജമാനാണ് വിവരമുള്ളവൻ, യജമാൻ്റെ സംസ്കാരമാണ് ശരി, അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞതാണ് കേൾക്കേണ്ടത് എന്ന ആ അടിമബോധം, അത് ഇന്നും നമുക്ക് വിട്ടുപോയിട്ടില്ല എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇന്നും ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഞാൻ പറഞ്ഞു വന്നത്, അത് അങ്ങനെ പറയാനുണ്ടായ കാരണം എന്താ വെച്ചാൽ, അത് ഗാന്ധിജി വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും 1915 തന്നെ പറഞ്ഞു. ഇന്ത്യക്കാരെ അടിമയാക്കിയത് ഇംഗ്ലീഷുകാരനല്ല, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരിലേക്കാണ് ഈ മഹാപാപത്തിൻ്റെ മുന തിരിയുന്നത് എന്നാണ് അദ്ദേഹം വളരെ ഒരു പോയറ്റിക്കായിട്ട് തന്നെ പറഞ്ഞത്. ഒരു കവിതാത്മകമായിട്ടുള്ള ഒരു സെൻറ്റൻസ്. അതുകൊണ്ട് അടിമയാക്കുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഫിസിക്കലായ അടിമത്തല്ല, അതുണ്ട്, മാനസികമായുള്ള അടിമത്തുണ്ടല്ലോ, അത് ഉണ്ടാക്കിയത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ഇംഗ്ലീഷുകാരൻ വലിയതാണെന്നും അവൻ്റെ സയൻസ് വലിയ അതാണെന്നും അതിനൊരു ബേസും ഇല്ലെങ്കിൽ തന്നെ അതാണ് അതിനേക്കാളും വലിയ ഇതില്ല എന്ന് തോന്നലുണ്ടാവാൻ കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, എന്തിന് നമ്മളല്ല, ഇതുവരെ സ്കൂളിൽ പോകാത്ത, ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്ന, അതിൽ നിന്ന് കിട്ടുന്ന വളരെ കുറഞ്ഞ തുക കിട്ടുന്ന ആ സ്ത്രീകളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയുണ്ട്, അവരിൽ തന്നെ ആരെങ്കിലും ഇന്ന് ഗുളിക കഴിക്കാത്തവരും അല്ലെങ്കിൽ പ്രമേഹമില്ലാത്തവരും പ്രഷർ ഇല്ലാത്തവരും ഉണ്ടോ? അതിനൊക്കെ മരുന്ന് കഴിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന തോന്നൽ ഉണ്ടാക്കിയത് നമ്മളെ ഈ പ്രജാവിദ്യാഭ്യാസം ഉണ്ടാക്കാൻ ശ്രമിച്ച ആ മസ്തിഷ്ക പ്രാക്ഷാളനം അല്ലെങ്കിൽ ഇൻഡോക്ട്രിനേഷനാണ് നടത്തുന്നത്. മാനസികമായ അടിമത്തബോധം, അല്ലെങ്കിൽ അവർക്കാണ് കൂടുതൽ വിവരം, വിദഗ്ധരൊക്കെ അവരാണ്, അവരെടുത്താണ് ഇതിൻ്റെയൊക്കെ സയൻസ് ഉള്ളത് എന്ന ബോധം. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ ആണ് നമുക്ക് ഈ ജീവിതത്തിൻ്റെ അവസാന കാലത്ത്, നമ്മളൊക്കെ ഇപ്പോൾ ഒരു 70, എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ തന്നെ ഒരു 71 വയസ്സ് കഴിഞ്ഞവരാണ്, 72 വയസ്സ് കഴിഞ്ഞവരൊക്കെ എൻ്റെ പ്രായത്തിലുള്ള, എൻ്റെ കൂടെ പഠിച്ചവരും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നൊക്കെ, ഇവരൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ഇന്ന് വലിയ ഒരു കായികമായിട്ടോ ഒക്കെ വലിയൊരു ജോലി ചെയ്യാത്തവരായിരിക്കും. പക്ഷേ അവർക്കൊക്കെ തന്നെ എങ്ങനെ
സുഖമായിട്ട് ജീവിക്കാൻ പ്രകൃതി ഇവിടെ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെ അത് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് മറ്റൊരാളുടെ സഹായമല്ലാതെ പുറമേ നിന്നുള്ള ഒരു സഹായമോ ഒരു വൈദഗ്ധ്യമോ ഒരു ഔഷധമോ ഒരു ഗുളികയോ ഒരു ഇഞ്ചക്ഷനോ ഇതൊന്നുമില്ലാതെ എങ്ങനെ നമുക്ക് സുഖമായി ജീവിക്കാം എന്നതിനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ. യാതൊരു സംശയമല്ല, നിങ്ങളിത് പൂർണ്ണമായിട്ടും കേൾക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനു മുമ്പ് ഇന്നത്തെ നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മളൊക്കെ വിചാരം ഈ ആരോഗ്യത്തിൻ്റെ യഥാർത്ഥ കച്ചവടക്കാരും ആരോഗ്യം ഒരു വിൽപ്പനച്ചരക്കാണെന്നും അത് ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയാൽ ഏറ്റവും വലിയ വിദഗ്ധൻ്റെ അടുത്ത് പോയാൽ ഏറ്റവും നല്ലത് കിട്ടും എന്ന ഒരു അവസ്ഥയിലേക്ക്, എന്ന ഒരു ബോധത്തിലേക്ക്, ശാസ്ത്രീയ ബോധമാണ് കേട്ടോ, ആ ബോധത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ഈ പ്രജാവിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് വെള്ളക്കാരൻ പോയാലും അത് ഇവിടുന്ന് പോയിട്ടുമില്ല. അതുകൊണ്ടാണ് ഇന്നും നമ്മളിവിടെ എല്ലാ രീതിയും ഇംഗ്ലീഷിലൂടെ തന്നെ പറ്റുള്ളൂ എന്നും ഇംഗ്ലീഷിലൂടെ തന്നെ ഇംഗ്ലീഷുകാരൻ ചെയ്യുന്നതാണ് ഏറ്റവും ശരിയെന്നും അവൻ്റെ പോലെ നടക്കലാണ് ഏറ്റവും ശരി എന്ന ബോധം നമുക്ക് ഇപ്പോഴും നിലനിൽക്കാൻ കാരണം. എന്തായാലും അത് പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ല എന്നെല്ലാം പറഞ്ഞു. പക്ഷേ എന്തായാലും ഈ കാര്യത്തിലെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായമല്ലാതെ മറ്റൊരാളുടെ വൈദഗ്ധ്യമില്ലാതെ മറ്റൊരാളുടെ അവരുണ്ടാക്കിയ പ്രൊഡക്റ്റ് കഴിക്കാതെ തന്നെ ആരോഗ്യം നിലനിർത്താൻ കഴിയും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ശ്രമിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു ചെറിയ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഇപ്പോൾ ഒരു ചുരുങ്ങിയത് ഒരു 60% ജനങ്ങളെങ്കിലും ഈ പ്രത്യേകിച്ചും ഈ 50 വയസ്സ് കഴിഞ്ഞവരൊക്കെ തന്നെ പ്രമേഹ രോഗികളാണ്. ഈ പ്രമേഹ രോഗികളാക്കിയത് എങ്ങനെയാണെന്ന് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? അവർ ആദ്യം ഈ ശാസ്ത്രബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഇതിങ്ങനെ പരിശോധിച്ച് ആ സ്റ്റാൻഡേർഡ് ശരിയല്ല, അത് കഴിഞ്ഞോ എന്നിങ്ങനെ നോക്കണം എന്നാണ് പറയുന്നത്. ഇത് അങ്ങനെയാണ്. അങ്ങനെയുള്ള ഒരു ബോധം അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിചാരം ഉണ്ടായാൽ തന്നെ അത് നിങ്ങളെ മനസ്സിലേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മനസ്സാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാ അന്തർസ്രാവ ഗ്രന്ഥികളെയും സ്വാധീനിക്കുന്നത്. ഈ മനസ്സ് വിചാരിച്ചാൽ നമ്മളെ വായിലെ ഉമിനീരുണ്ടാക്കാം, അല്ലെങ്കിൽ സലൈവറി ഗ്ലാൻഡ് വർക്ക് ചെയ്യും, പെറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യും, ഈ പറഞ്ഞ പാൻക്രിയാസ് വർക്ക് ചെയ്യും. ഇതൊക്കെ വർക്ക് ചെയ്യാൻ ഈ എല്ലാ അന്തർസ്രാവ ഗ്രന്ഥികളും എൻഡോക്രൈൻ ഗ്ലാൻഡ്സും വർക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാന അതിൻ്റെ ലീഡറിനോ അതിൻ്റെ കൺട്രോളർ മനസ്സാണ്. ഈ മനസ്സിന് ഇതുണ്ടാവുമോ എന്ന് തോന്നിച്ചാൽ തന്നെ അതുണ്ടാവും. അത് തോന്നിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ശാസ്ത്രബോധത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് അതുണ്ടോ എന്ന് നോക്കിക്കൽ. ഇത് നോക്കിച്ച് 2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ പറയാം, ഇല്ല കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. 3ാമത്തെ പ്രാവശ്യം കൂടിയും ചെന്നാൽ പിന്നെ ഇപ്പോൾ ലേശം കുറേശ്ശം ഉണ്ടെന്ന്, വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു അര ഗുളിക കഴിച്ചാൽ മതി. ഇതും കൂടിയും കഴിച്ചു തുടങ്ങി. ഈ ഗുളിക എന്ന് പറയുന്നത് ഔഷധമല്ല കേട്ടോ, അല്ലെങ്കിൽ പോഷകവസ്തു അല്ല, അതൊരു ഔഷധം എന്നുള്ള പേരിട്ട പാഷാണാണ്. അതായത് വിഷമാണെന്നർത്ഥം. അത് കഴിക്കുന്നതോടുകൂടി നിങ്ങളെ ശരീരം അതിനെ പ്രതികരിക്കാനും അതുവഴി ഡിറ്റീരിയേറ്റ് ചെയ്യാനും തുടങ്ങുന്നർത്ഥം. അങ്ങനെ ഒരു അര ഗുളിക കഴിച്ചു, അത് പിന്നെ ഒരു ഗുളികയാക്കി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയി പരിശോധിക്കുന്നു, ഗുളിക കൂടി വരുന്നു. അങ്ങനെ അത് 3ഉം 4ഉം ഗുളിക കഴിച്ചാലും ഇത് മാറാത്ത അവസ്ഥയാകുമ്പോൾ ഗുളിക മാറ്റുന്നു. അങ്ങനെ ഗുളിക കൊണ്ടൊന്നും മാറാത്ത അവസ്ഥയിൽ വരുമ്പോഴാണ്
പിന്നെ ഇൻസുലിൻ നേരിട്ട് കുത്തിവെക്കുന്ന, അതായത് നമ്മൾ ശരിക്കും പ്രകൃതി വിരുദ്ധമായിട്ട് ഇതിലൂടെ നേരിട്ടാണ് കയറ്റി കൊടുക്കുക. അതായത് ഒരു സിസ്റ്റത്തിന് അതിനോട് ഒരു അനുവാദം ചോദിക്കാതെ അങ്ങോട്ട് കയറ്റിയാണ്. നേരെ മറ്റു വായിലൂടെ എന്ന് പറഞ്ഞാൽ അതെൻ്റെ സിസ്റ്റമാണ് എന്നെങ്കിലും വെക്കുക. അപ്പോൾ അതിന് ഏറ്റവും ചുരുങ്ങിയത് അത് എന്തൊക്കെ നോക്കാനും ഈ അകത്തേക്ക് പോകുന്ന സാധനങ്ങളെ പരിശോധിക്കാനൊക്കെ ഉള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട്, ഒരു കാവൽക്കാരുണ്ട്. ഇവിടെ അതൊന്നുമില്ല. നേരിട്ട് അങ്ങനെ ചെയ്യുന്നതോടുകൂടി ഇത് നമ്മൾ അതിൽ പൂർണ്ണമായി അടിമയാവും. അതെങ്ങനെ? ആദ്യം ഒരു ചെറിയ ഒരു ഡോസ് അല്ലെങ്കിൽ ചെറിയ ഒരു 10 ml എന്ന് മതി എന്ന് പറഞ്ഞു. അതെങ്ങനെ കൂടി 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 പിന്നെ അത് എത്ര കഴിച്ചാലും ചെയ്യാതെ ആകുമ്പോഴാണ് പിന്നെ അവിടുന്ന് ഇറക്കുമതി ഇമ്പോർട്ട് ചെയ്ത ഇൻസുലിനാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പിന്നെ അതുകൊണ്ടാവും പറയാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ഇടയിലിടയിൽ ഈ മരുന്ന് കഴിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാകും കേട്ടോ. നംനെസ് വരാം കാലിന്, അതേപോലെ തന്നെ നിങ്ങൾ വിരൽ മുറിക്കേണ്ടി വരാം, കണ്ണ് കാഴ്ച കുറയാം. ഇങ്ങനെ നെർവസ് സിസ്റ്റത്തിനാകെ ഒരു തളർച്ച അല്ലെങ്കിൽ തകരാറ് വന്നുകൊണ്ടേയിരിക്കാം. ഈ കാരണത്തിനൊക്കെ മരുന്നാണ് കഴിക്കുന്നത്, മരുന്ന് കഴിച്ചുകൊണ്ടുണ്ടാകുന്നതാണ്. അത് അതിൻ്റെ പുറമെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അങ്ങനെയാണ് പിന്നെ നിങ്ങൾ നീര് വരാൻ തുടങ്ങും കാലിന്. അപ്പോൾ നീര് വരുമ്പോൾ അതിനും പ്രയാസമില്ല, അത് ഒരു ഗുളിക കഴിച്ചാൽ മതി. എന്താണ് ഒരു ഗുളിക കഴിച്ചാൽ മതി, നീര് പോകും. പക്ഷേ പോവുക എന്നാണ് പിന്നെയും വരും അത്. അപ്പോൾ പിന്നെ 2 ഗുളികയാവും 3 ഗുളികയാവും. പിന്നെ ഗുളിക എത്ര കഴിച്ചാലും നീര് പോവാതെയാവും. അപ്പോഴേക്ക് നിങ്ങളുടെ സിസ്റ്റം ഇൻറ്റേർണൽ ഓർഗാൻസൊക്കെ തളർന്നിട്ടുണ്ടാവും. അപ്പോഴാണ് പിന്നെ എന്ത് ചെയ്യുക? ഇപ്പോൾ നിങ്ങൾക്ക് നീരുണ്ട് അതുകൊണ്ട് അങ്ങനെ ആകുമ്പോഴാണ് ഇനി കുഴപ്പമൊന്നുമില്ല, ഡയാലിസിസ് ചെയ്താൽ മതി. അങ്ങനെ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങും. ഈ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞാലോ, ഡയാലിസും ആദ്യം ആഴ്ചയിൽ 1 ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ 1 ചെയ്താൽ മതിയുള്ളൂ. പിന്നെ ആഴ്ചയിൽ 1 പിന്നെ ആഴ്ചയിൽ 2 പിന്നെ ആഴ്ചയിൽ 3 പിന്നെ എല്ലാ ദിവസവും എന്നുള്ളതല്ല. അപ്പം അങ്ങനെയാണ്. അപ്പോഴാണ് പുതിയൊരു മാർഗം. എന്താണ്? കിഡ്നി മാറ്റി വെച്ചാൽ മതി. അങ്ങനെ കിഡ്നി മാറ്റി വെക്കാനായിട്ട് നമ്മൾ എവിടെ തേടി പിടിച്ച ഒരു കിഡ്നി ഉണ്ടെന്ന് അത് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം അവർ പറയില്ല. കിഡ്നിയൊക്കെ ഇതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഒരാഴ്ച മറ്റൊന്ന് ശരിക്കും ഇതൊക്കെ ആകെ ഈ ഒരു ഓപ്പറേഷൻ നടത്തി നിങ്ങൾ എത്ര കണ്ട് വിശ്രമിക്കണോ അത്ര ദിവസം ഉപവസിച്ചാൽ മാറാവുന്ന രോഗമുള്ളൂ ഇപ്പോൾ ഇതൊക്കെ. അപ്പം നിങ്ങൾ ഉപവാസമാണ് നടക്കുന്നത്. ആ ഉപവാസം നിങ്ങൾ ഇത് ചെയ്യാതെ ഉപവസിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗം പറ്റ മാറും. കാരണം ഇൻപുട്ടില്ലല്ലോ, ഇൻപുട്ടാണ് ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നത്. നമ്മളെ ഇൻപുട്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരസുഖമല്ല, അസുഖം മാറാനുള്ള അത് എന്തായാലും ഞാൻ അത് അങ്ങോട്ട് പോകണില്ല. എന്തായാലും അങ്ങനെ കിഡ്നി മാറ്റി വെക്കാനായിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പനി വരാൻ പാടില്ല. എന്താ പനി വന്നാൽ? പനി വന്നാൽ അതാണ് നിങ്ങളെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടാകുന്നതാണ്. അപ്പോൾ നിങ്ങളെ ശരീരത്തിനകത്ത് എന്തെങ്കിലും അന്യവസ്തുക്കൾ പുറമെന്നുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറന്തള്ളും. അപ്പോൾ പനി വന്നാൽ പുറന്തള്ളണം. അത് പുറന്തള്ളാതിരിക്കാൻ വേണ്ടി മരുന്ന് കഴിച്ചുകൊണ്ടേയിരിക്കണം. ആ മരുന്ന് കഴിക്കുകയാണെങ്കിൽ 1 മാസത്തിന് ശരിക്കും ഓരോരുത്തരുടെ സാമ്പത്തിക നിലവാരം അനുസരിച്ച് 15,000 ഉറുപ്പ്യ മുതൽ 45, 50 ഉറുപ്പ്യ വരെ അങ്ങനെ ചിലവാക്കും. അങ്ങനെ കിഡ്നി മാറ്റി വെച്ച് പിന്നെ ഒരു പ്രാവശ്യം 1 കിഡ്നി പോരാ, പിന്നെ അടുത്ത 2 കിഡ്നിയായി, പിന്നെ ചിലർക്ക് 3 കിഡ്നി വരെ മാറ്റി വെച്ച ആൾക്കാരെ എനിക്കറിയാം. അങ്ങനെ കൊണ്ട് നടന്നിട്ട് പിന്നെ അവസാനം ഇങ്ങനെയും രോഗം മാറാത്ത അവസ്ഥ വരുമ്പോഴാണ് അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുക. അവിടെ ICU എന്ന് പറഞ്ഞിട്ടൊരു ജയിലുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറാൻ പാടില്ല. അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അങ്ങനെ ആരും സ്വന്തം ഇഷ്ടപ്പെട്ട മനുഷ്യരെ ഒന്നും തന്നെ സ്വന്തം നോക്കി വളർത്തിയ സ്വന്തം വളർത്തിയുണ്ടാക്കിയ മക്കളെയോ സ്വന്തം ഭാര്യയെയോ മറ്റുള്ളവരെ ആരും കാണാൻ കൂടി അനുവദിക്കാതെ അവരോട് ഒന്ന് വിട പറയാനെങ്കിലും യാത്രാമൊഴിക്കെങ്കിലും പറ്റാത്ത ഒരവസ്ഥയിൽ ജീവൻ പോകുന്നൊരവസ്ഥ. അതിനിടയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചാൽ എത്ര ഓട്ടുണ്ടെന്ന് നോക്കിയിട്ട് ആ ഓട്ടിലൊടക്കെ ഓരോ കുഴലിട്ടുണ്ടാവും. ഈ കുഴലിലൂടെയാണ് പിന്നെ തീറ്റ, അതേപോലെ മൂത്രെടുക്കൽ,
അതേപോലെ കക്കൂസിങ്, പിന്നെ എന്നിട്ട് അങ്ങനെയുള്ള എല്ലാ ഓട്ടയിൽ കൂടിയും ഇതിട്ടിട്ട് പോരാമെങ്കിൽ പിന്നെ പുതിയതായിട്ട് തുളച്ചിട്ട് വേറെയും ഓട്ടം ഉണ്ടാക്കും. എന്നിട്ട് കുറേ കുഴലുകൾ, ഈ കുഴലുകളിലൂടെയുള്ള ഈ ഈ കൊടുക്കൽ വാങ്ങലാണ് പിന്നെ നടക്കുന്നത്. സാധാരണ അങ്ങനെയല്ല. ജീവൻ എന്ന് പറയുന്നത് കുറേ സാധനങ്ങൾ അകത്തേക്ക് എടുക്കും, കുറേ സാധനങ്ങൾ പുറത്തേക്ക്. ഈ വിനിമയമൊക്കെ ഇങ്ങനെയുള്ള ഈ പുതിയ അവരെ കൃത്രിമ കുഴലുകളിലൂടെ ആക്കിയിട്ട് അങ്ങനെ ഒരു പ്രത്യേക നിമിഷത്തിൽ അങ്ങനെയാണ് മരിക്കണമെന്ന് അർത്ഥം. ഈ കുഴലെടുത്താൽ അത് ശ്വാസത്തിനൊന്ന്, പിന്നെ മൂത്രമൊഴിക്കാനൊന്ന്, കക്കൂസിന് വേറൊന്ന്, പിന്നെ അതേപോലെ വെള്ളം കുടിക്കാനൊന്ന്, ഭക്ഷണത്തിന് വേറൊന്ന്, ഇങ്ങനെ ഇതിനൊക്കെ കുഴലുകൾ ഇട്ടിട്ട് ഈ രക്തത്തിന് വേറൊന്ന്, ഇങ്ങനെ ഒരു ചുരുങ്ങിയത് 6-7 കുഴലുകൾ ഇട്ടിട്ടാണ് ഇയാളെ ജീവൻ പോവുക. ഇങ്ങനെ ജീവൻ പോണ നേരത്ത് ഇയാൾക്ക് ഒരാളോടും ഇങ്ങനെ ഒരു യാത്രാമൊഴി പറയാൻ കൂടിയും കഴിയില്ല. കാരണം എന്താ, ഈ മൂക്കിലൂടെ ഒരു കുഴലാണ്ടിട്ടുണ്ടെങ്കിൽ വയലോന്നാവും. ഈ ആ കുഴൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കുഴലാണ്. അപ്പോൾ ഭക്ഷണമാണ് എപ്പോഴും ആവശ്യം. അതുകൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊണ്ടുപിടിച്ച തീറ്റയാണ്. അപ്പോൾ ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള കുഴലുണ്ട് ഒന്നേ വരുള്ളൂ. ഒന്നും സംസാരിക്കാൻ കഴിയാതെ, മക്കളെ കണ്ടാൽ പോലും ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ, അവസാനമായിട്ടൊരു വാക്ക് പോലും എന്ന് പറഞ്ഞിട്ട് ജീവൻ പോകുന്ന ഒരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ അവർ വാങ്ങുന്ന പൈസ, നിങ്ങൾ എത്ര പൈസ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കണോ അതിന് പുറമെ നിങ്ങൾക്ക് സ്വരൂപിക്കാനാവുന്ന മുഴുവൻ കാശും അവർ വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു 60-70 ലക്ഷം രൂപ, പിന്നെ 3 കോടി, 5 കോടി, 20 കോടി ഒക്കെ വാങ്ങി വെക്കാൻ കഴിവുള്ള ഒരു വൻ വ്യവസായമാണ് ഇന്ന് ആരോഗ്യ വ്യവസായം. ശരിക്കും ആരോഗ്യം എന്നത് അങ്ങാടിയിൽ നിന്ന് വാങ്ങാനുള്ളതല്ല. അത് അങ്ങാടിയിൽ നിന്ന് കിട്ടില്ല. അത് ജീവൻ്റെ ഒരു ഫീച്ചറാണ്, ഒരു ഗുണമാണ്. ജീവൻ്റെ ഗുണങ്ങളോ ജീവനോ ഒരിക്കലും നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നില്ല. എന്തിന് ഇവിടെയുള്ള പുരോഗമനവാദികളെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന, ശാസ്ത്രീയ ബോധമുണ്ടെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇന്ന് ആരോഗ്യം ഏറ്റവും നല്ല മാർക്കറ്റ്, ലോകത്തിലെ ഏറ്റവും നല്ല മാർക്കറ്റായ അമേരിക്കയിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ജീവൻ ഒരു നിമിഷം കൂടും എന്നതിന് തെളിവുകളൊന്നുമില്ല. അത് കുറക്കാൻ അവിടെയുള്ള പല പ്രയോഗങ്ങൾക്കും സാധ്യമാണ്. കുറഞ്ഞതിനാണ് കൂടുതൽ സാധ്യത. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെ ഇതിന്ന് നമുക്ക് ഈ ചൂഷണ പർവ്വത്തിൽ നിന്ന്, ചൂഷണ രീതിയിൽ നിന്ന് നമുക്കെങ്ങനെ രക്ഷപ്പെടാം. നമുക്ക് എന്തായാലും ഇനി കുറച്ച് കാലമേ ഉള്ളൂ. അത് അന്തസ്സോടുകൂടി മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ, പിന്നെ സ്വന്തമായിട്ട് ജീവിക്കാൻ കഴിയില്ലേ, അതിനുള്ള ഒരു ശാസ്ത്രീയമായ പദ്ധതി. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് കേട്ടോളൂ. എന്നിട്ട് വല്ല സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാകെ ചെയ്യേണ്ട കാര്യം ഒന്ന്, നിങ്ങൾക്ക് എന്ത് അസുഖമാണ് നിങ്ങൾക്കുള്ളത് അതൊന്ന് നിങ്ങൾ ആലോചിച്ചു. ഈ അസുഖം എപ്പോഴാണ് നിങ്ങൾക്ക് തുടങ്ങിയത്? ഇതിനെന്തൊക്കെയാണ് മൗലികമായ, ഈ ഡോക്ടർമാരും ഈ വെള്ളക്കാരനും അതല്ലെങ്കിൽ ഈ ഇന്നത്തെ അലോപ്പതി മരുന്നും ശാസ്ത്രമൊന്നും പറഞ്ഞു സ്വീകരിക്കേണ്ട. അവർക്ക് നിങ്ങളെ അതിൽ നിന്ന് വിമുക്തരാക്കാൻ കഴിയില്ല എന്നുറപ്പാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇപ്പോഴുള്ള സ്വത്തിൻ്റെ മുഴുവൻ പെൻഷൻ മുഴുവൻ കൊടുത്തോളൂ അവർക്ക്. നിങ്ങൾ അസുഖം മാറ്റി തന്നാൽ മതി. അസുഖം മാറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറയുന്നതിൻ്റെ ഒരു 10 ഇരട്ടി കാശ് ഞാൻ നിങ്ങൾക്ക് തരാം. ഇത് കൃത്യമായിട്ട് മാറുമോ?
മാറി പിന്നെ അത് വരാതെ മാറ്റിത്തരാൻ പറ്റുമെന്ന് ചോദിക്കും. എൻ്റെ അഭിപ്രായത്തിൽ കഴിയില്ല. ഇന്നത്തെ ഈ ചൂഷണ പർവമായ ചൂഷണ രീതിയായ മോഡേൺ മെഡിസിൻ അത് കഴിയുന്നുള്ള തെളിവുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് വെക്കുക. നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുക, എന്താണ് ഇങ്ങനെ ഈ അസുഖം ഉണ്ടാവാൻ കാരണം. ഇതിനുള്ള അവർ പറയുന്ന ഉതിറുകളെ ഒക്കെ നിങ്ങൾ ഒഴിവാക്കുക. അവർ പറയും ഇത് കൂട്ടിയിട്ടാണ്. അതെങ്ങനെ കൂടി എന്നുള്ളത് അതിനുള്ള ഒരു റീഡിങ് കൂടി, അതിൽ പഞ്ചാര കൂടി, അല്ലെങ്കിൽ മർദ്ദം കൂടി, അതെങ്ങനെയെന്ന് അവർ പറയില്ല എന്ന് അർത്ഥം. അതെങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരമില്ല. അപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ട് എന്ന് പറയാതെ എന്താണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ മാത്രമല്ല ഈ പരിശോധനകളൊക്കെ തന്നെ പരിഹാരമില്ലാത്ത ഒരു രോഗമാണ് എന്ന് തെളിയിച്ചിട്ട് എന്താ നമുക്ക് കാര്യം? അതുകൊണ്ട് നമ്മളെ മാനസികമായി തളർത്തുക എന്നുള്ളതേ ഉള്ളൂ. മാനസികമായ പ്രാക്ഷാളനം നടത്തുക, നമ്മൾ മാനസികമായി അടിമയാക്കുക എന്നുള്ളതല്ലാത്ത അതുകൊണ്ട് ഒരു ഗുണമില്ല. അത് അവർക്ക് മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ. നേരെ മറിച്ച് അത് അറിഞ്ഞില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അറിയാതെ തന്നെ അയാൾക്ക് ജീവിക്കാം. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് കാണിക്കുന്ന ഈ തെണ്ടിത്തരം ഉണ്ടല്ലോ, അതായത് എന്തുകൊണ്ടാണ് പരിഹാരം കണ്ടെത്താത്ത, മരുന്ന് കണ്ടെത്താത്ത, ചികിത്സ കണ്ടെത്താത്ത രോഗമാണ് എന്ന് പരിശോധിക്കുന്ന എല്ലാ പരിശോധനയും ഉടൻ നിർത്തിവെക്കണം. ആരോഗ്യം എന്നത് ആവശ്യമാണെങ്കിൽ. ആരോഗ്യം എന്നതിന് മാനസിക ആരോഗ്യം പ്രധാന ഘടകമാണെന്നും ആ ഘടകത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന, ഒരിക്കലും പരിഹാരം ഇതുവരെ കണ്ടെത്താത്ത, കാരണം കണ്ടെത്താത്ത, ചികിത്സ കണ്ടെത്താത്ത, മരുന്ന് കണ്ടെത്താത്ത, ഔഷധം കണ്ടെത്താത്ത രോഗമാണെന്ന് തെളിയിക്കുന്ന, രോഗമാണെന്ന് കണ്ടെത്തുന്ന എല്ലാ പരിശോധനകളും ഉടൻ നിർത്തിവെക്കണം. ആരോഗ്യമാണ് നമ്മുടെ വകുപ്പെങ്കിൽ, ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് വകുപ്പ് ഇരിക്കുന്നതെങ്കിൽ അതാണ് എന്ന അഭിപ്രായം നമുക്കില്ല. ഇത് എന്തിനു വേണ്ടിയുള്ളതാണ്? വെള്ളക്കാരനെ സേവിക്കാൻ, ബഹുരാഷ്ട്ര കുത്തകളെ സേവിക്കാൻ, ഔഷധ കമ്പനികളെ സേവിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ചൂഷണ പർവത്തെ നിലനിർത്താൻ, അവരെ സേവിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ആരോഗ്യവകുപ്പ് എന്ന് കള്ളപ്പേരിട്ട. അത് രോഗവകുപ്പാണ്, രോഗചികിത്സാ വകുപ്പാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ പണി എന്നാണ് എനിക്ക് പറയാനുള്ളത്. എത്ര വലിയ ഫിസിക്സ് പഠിച്ചു എന്ന് പറയുന്ന അവരുടെ ഫിസിക്സിൻ്റെ എല്ലാ യുക്തിചിന്തയും ബോധവും പൂർണ്ണമായും നശിപ്പിച്ചിട്ടാണ്, അല്ലെങ്കിൽ അത് മറന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ നമ്മളെ കേരളത്തിലെ പാവം വീണ ജോർജ് എന്ന ആരോഗ്യമന്ത്രിയും നടക്കുന്നത്. അവർക്ക് അങ്ങനെ കഴിയുള്ളൂ, അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റും എന്ന അഭിപ്രായം എനിക്കില്ല. അല്ലെങ്കിൽ അത്രത്തോളം ഈ ബഹുരാഷ്ട്ര കുത്തകളുടെ സ്വാധീനത്തെ തടുക്കാൻ ഈ ട്രംപിനോ അല്ലെങ്കിൽ നമ്മുടെ മോഡിക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ ഒന്നും കഴിയില്ല. പോട്ടെ, ഞാനത് അങ്ങോട്ടല്ല ഇപ്പോൾ കിടക്കണേ. നമുക്ക് എങ്ങനെ സുഖമായിട്ട് ജീവിക്കാം എന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെ ഏതൊരു വ്യവസ്ഥ നിങ്ങൾ എടുത്തു കൊടുക്കുള്ളൂ, ആ വ്യവസ്ഥയിലേക്ക് എന്താണോ അകത്തേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ അസംസ്കൃത വസ്തുക്കളാണ് അകത്തേക്ക് കൊടുക്കുന്നത്, അതിനനുസരിച്ചാണ് സംസ്കൃതമായിട്ട് അതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നല്ല സാധനങ്ങൾ അകത്തേക്ക് കൊടുത്താൽ നല്ല രീതിയിൽ അത് പ്രവർത്തിക്കും, നല്ല പ്രോഡക്റ്റും ഉണ്ടാവും. നേരെ മറിച്ച് ചീത്ത വസ്തുക്കളാണ് കൊടുക്കുന്നതെങ്കിലോ ചീത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ ഇൻപുട്ടാണ് ഔട്ട്പുട്ട് നിശ്ചയിക്കുന്നത് എന്നത് നിങ്ങൾ അംഗീകരിച്ചു ഏതൊരു വ്യവസ്ഥക്കും.
അങ്ങനെയാണെങ്കിൽ നമ്മളെ ഇൻപുട്ട് വളരെ കൃത്യമായിട്ടും കണിശമായിട്ടും ശാസ്ത്രീയമായിട്ടും ഒന്ന് പുനഃപരിശോധിക്കുക. അത് പുനഃപരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ പരമ്പരാഗതമായി കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളതാണ് നമ്മളെ ഇൻപുട്ട്. അതൊക്കെ അവിടെ നിർത്തിവെക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന ഒരു എന്തായാലും അങ്ങോട്ട് പോകണില്ല. ആ പ്രകൃതിയിലേക്ക് മടങ്ങുക. നമ്മൾ സ്വന്തം അടുത്തുള്ള മറ്റ് ജീവികളെ, നമ്മളെ മറ്റ് പ്രൈമേറ്റ്സ് ഉണ്ടല്ലോ, ഉറാങ്ങുട്ടാൻ, ചിമ്പാൻസി, ഗോറില്ല, ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അങ്ങനെ ഒന്ന് ജീവിച്ചാൽ നമ്മൾ അങ്ങനെ പ്രാകൃതമായി പോകണമെന്നല്ല പറഞ്ഞത്, നമ്മളെ അസുഖം മാറുന്നവരെ. അതായത് നമുക്ക് അവരൊന്നും തന്നെ ഒരു രോഗി ഒരു ആശുപത്രിയിൽ പോയിട്ടല്ലല്ലോ. അപ്പോൾ അതേപോലെ നമുക്കും ജീവിക്കാൻ കഴിയും എന്നതുകൊണ്ട് തന്നെ നമ്മൾ അതൊന്ന് പരിശോധിക്കുക. ആ പരിശോധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ വെച്ചാൽ, ഏറ്റവും ചുരുങ്ങിയത് ആദ്യം ഈ ഭക്ഷണത്തിൻ്റെ നേരം ഒന്ന് കുറയ്ക്കുക. ഇൻപുട്ട് അങ്ങനെയുള്ളൂ. നമുക്ക് ശ്വാസം എന്നുള്ളത് പ്രത്യേകിച്ച് ഒന്നും മാറ്റാൻ പറ്റില്ല എല്ലാവർക്കും. വെള്ളം തന്നെ, വെള്ളം പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ജീവനുള്ള വെള്ളം കുടിക്കുക എന്നുള്ളത്. ജീവനുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മീനിട്ടുണ്ടെങ്കിൽ അത് ജീവിക്കണം. അതായത് ഓക്സിജൻ ഉള്ള വെള്ളം, പ്രാണവായുള്ള വെള്ളം, ആ വെള്ളം കുടിക്കുക. അതല്ലാതെ അത് മുഴുവൻ കളഞ്ഞിട്ടുള്ള വെള്ളം ഒഴിവാക്കുക. കാരണം മറ്റുള്ള എല്ലാ ജീവികളും അങ്ങനെയാണ് ജീവിക്കുന്നത്. മനുഷ്യനല്ലാത്ത മറ്റെല്ലാ ജീവികളും തിളപ്പിച്ചാറ്റിയ വെള്ളമോ അല്ലെങ്കിൽ പിന്നെ ഡിസ്റ്റിലൈസ് ചെയ്ത വെള്ളമോ ഒന്നും അല്ല കഴിക്കുന്നത്. അങ്ങനെയുള്ള വെള്ളം കുടിക്കുക. പിന്നെ മൂന്നാമത്തേതായിട്ടാണ് നമ്മളെ ഭക്ഷണം. ഈ ഭക്ഷണത്തിൽ പരമാവധി നമ്മളൊരു ബുദ്ധിപൂർവമായ വിവേകപൂർവമായ ഒരു നിയന്ത്രണം വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അസുഖം മാറ്റാൻ കഴിയും. ആദ്യം നിങ്ങൾ പട്ടിണിയാണ് കിടന്നോളൂ. 2 ദിവസം പട്ടിണി കിടന്നാൽ തന്നെ നിങ്ങളെ രോഗങ്ങൾക്ക് വലിയൊരു ശമനം ഉണ്ടാവും. അതിനുശേഷം ഞാൻ പറയാൻ തന്നെയുള്ള കാരണം ആ ഫെലിക്സ് ഓസ്ട്രീറ്റിൻ്റെ കോമൺ സെൻസ് അപ്രോച്ച് ടു ഹെൽത്ത് കോമൺ സെൻസ് അപ്രോച്ച് ഫോർ ദ റെസ്റ്റോറേഷൻ ഓഫ് ഹെൽത്ത് എന്ന ഒരു പുസ്തകമുണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അത് കിട്ടുകയുണ്ടാവും. ഇല്ലെങ്കിൽ മലയാളത്തിൽ അത് പൂർണ്ണോദയ വിവേകത്തിലൂടെ ആരോഗ്യത്തിലേക്ക് എന്ന് CP ഗംഗാധരൻ മാഷ് പിന്നെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ചെറിയ പുസ്തകമാണ്, 40 പേജ് ഉണ്ടാവുള്ളൂ. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് അങ്ങോട്ട് കൊടുക്കണം, അങ്ങോട്ട് നിർത്തുക, ചെയ്യുന്ന കാര്യങ്ങളും നിർത്തുക, അവിടെ കിടക്കുക, ഒരു പണിയും ചെയ്യണ്ട. അത് ചെയ്തോളൂ, അത് നിങ്ങളെ ഈ അസുഖം മാറിയതിന് ശേഷം ചെയ്തോളൂ. അങ്ങനെ ആദ്യം ഒരു ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുക. ആ റെസ്റ്റ് കൊടുത്ത് പിന്നെ കഴിയുന്നത് ഒരു നേരം ആഹാരം കഴിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോളൂ. ആദ്യം ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചോളൂ ഒറ്റ നേരം. കാരണം എന്താ, ഒരു നേരം ആഹാരം കഴിച്ചിട്ട് ഒരു നേരം ഒരു ഫുൾ ഡേക്കുള്ള സാധനങ്ങളൊക്കെ ഒരു നേരം കഴിച്ചോളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അത് ദഹിപ്പിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. എന്തായാലും ഒരു 4-5 മണിക്കൂർ എടുക്കുന്നു. ബാക്കിയുള്ള സമയം ശരീരത്തിന് കുറേ റെസ്റ്റ് കിട്ടും. ശരീരത്തിനകത്തുള്ള ആ ജീവശക്തി എന്നോ ഊർജം ഉണ്ടല്ലോ, ആ ഊർജം, വൈറ്റൽ പവർ എന്നൊക്കെ പറയുന്ന ആ ഊർജം കുറേ, അല്ലെങ്കിൽ പ്രതിരോധ ശേഷി എന്നൊക്കെ പറയുന്ന അതിനൊരു ഒഴിവ് കിട്ടും. ഈ ഒഴിവ് കിട്ടുമ്പോൾ ഈ ശക്തി സ്വയം അപ്പോൾ നമ്മളെ ശരീരത്തിൻ്റെ റിപ്പയർ വർക്ക് നടത്തിക്കോളും. കേടുപാടുള്ള സംഗതിയൊക്കെ നിർത്തിക്കും. ആദ്യം നിങ്ങൾക്ക് പ്രമേഹം കൊണ്ട് നിങ്ങൾക്ക് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രശ്നമല്ല. ആദ്യം നിങ്ങൾ പരമാവധി ഈ രീതിയിലേക്ക് വരിക. ഇനി വരാത്താനായിട്ട് ആദ്യം നിങ്ങൾ പ്രയാസമുണ്ടെങ്കിൽ നിങ്ങൾ വേവിക്കാത്ത വസ്തുക്കൾ എത്ര വേണമെങ്കിൽ കഴിച്ചോളൂ. അത് പ്രത്യേകിച്ച് ആദ്യം നിങ്ങൾക്ക് പേടില്ല, മാനസികമായ ഒരു എൻസ്ലേവേഷൻ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഭയമില്ലാത്ത വസ്തു, ഇപ്പോൾ കുമ്പളങ്ങ, പച്ചച്ചക്ക പോലുള്ള ഇഷ്ടമുള്ള വസ്തുക്കൾ കൊണ്ട് വയറ് നിറക്കുക, അങ്ങനെ തരുള്ളൂ.
എന്ത് പറഞ്ഞാലും തരില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് പിന്നെ ഈ ആദ്യം ഈ ഭക്ഷണം ഇങ്ങനെ ആക്കുക. അതുപോലെ തന്നെ ഒരു നേരം പെട്ടെന്ന് നടക്കണ്ടാവില്ല, എന്നാൽ 2 നേരം ആക്കുക, 2 നേരം പിന്നെ ഒരു നേരം ആക്കിയാൽ മതി. അങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ അസുഖമൊക്കെ മാറും. മാത്രമല്ല നിങ്ങളെ ഇപ്പോഴുള്ള എല്ലാ ഒബീസിറ്റി, നിങ്ങളുടെ ഈ പിന്നെ അമിത ഭാരം, അമിതവണ്ണം, ഇതൊക്കെ തന്നെ കുറയാൻ അത് നിങ്ങളെ സഹായിക്കും. അതിനെന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ SLC ബുക്കിൽ നിങ്ങളുടെ തൂക്കം എത്രയാണ് നോക്കുക. അത് നിങ്ങൾക്ക് 15 വയസ്സുണ്ടാവുമല്ലോ, 15 16 വയസ്സുണ്ടാവും. ഈ 15 വയസ്സ് 16 വയസ്സുള്ള ആ തൂക്കം മതി നിങ്ങൾ. അതാണ് നിങ്ങളെ ഏറ്റവും ശരിയായ, ഏറ്റവും ആരോഗ്യപ്രദമായ, ഏറ്റവും ഡൈനാമിക്കായ, ഏറ്റവും കൂടുതൽ കായികക്ഷമത ഉള്ള നേരം. അതാണ് നിങ്ങളുടെ ഏറ്റവും നല്ല സമയം, നല്ലത് നോക്കുക. അതുവരെ അത് നിങ്ങൾ പഴയ SLC ബുക്ക് എടുത്തിട്ട് നോക്കുക എത്ര കിലോ ഉണ്ടാവും. അവിടെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ് പഴയ പുസ്തകത്തിലൊക്കെ അതിന് തൂക്കത്തിൻ്റെതുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും നിങ്ങളെ ഒപ്റ്റിമം, നിങ്ങളുടെ ആരോഗ്യകരമായ തൂക്കം എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രമല്ല കഴിയുന്നത്ര കൂടുതൽ ആഹാരം കഴിക്കുക, ഇൻപുട്ട് കുറച്ച്. മാത്രമല്ല ഏറ്റവും പ്രധാനം പറ്റ കുറക്കലല്ല, ഏറ്റവും പ്രധാനം അതിൻ്റെ നേരം കുറക്കുക. കഴിയുന്നത്ര ഒറ്റ നേരം കഴിക്കുക. ഈ ഒറ്റ നേരം കഴിക്കണതന്നെ ആദ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ കഴിച്ചോ. നിങ്ങൾ ഒരു ദിവസം എടുത്തു വെക്കുന്ന അകത്താക്കുന്ന മുഴുവൻ എടുത്ത് കഴിച്ചോ. അത് ഒരു നേരം കഴിച്ച് അപ്പം തന്നെ നിങ്ങളെ രോഗം മാറാൻ തുടങ്ങും. ഇനി കൂടുതൽ വേഗത്തിൽ മാറണമെങ്കിൽ എന്താ, ആ കഴിക്കുന്ന ഭക്ഷണത്തെ ഒന്ന് പരിശോധിച്ച് കുറച്ച് ബുദ്ധിപൂർവ്വം അതിനൊന്ന് പിന്നെ സെലക്ട് ചെയ്യുക. കഴിയുന്നത്ര പ്രകൃതിദത്തമായത്, കൂട്ടിക്കലർത്താത്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്ക് കഴിക്കാൻ കഴിയുന്നത്, കഴിക്കാൻ തോന്നുന്നത് കഴിക്കാം. അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സംശയം വിചാരിക്കേണ്ട, മറ്റൊരാൾക്കും ഒരു നയാ പൈസ പോലും ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിങ്ങളെ മരണം വരെ ജീവിക്കാനുള്ള വ്യവസ്ഥ ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട്. പ്രകൃതിയുടെ നിയമമാണത്. ഏതുപോലെ എന്ന് വെച്ചാൽ സൗരയൂഥത്തിൽ പിന്നെ ഭൂമിയുടെ കറക്കം, നമുക്ക് പിന്നെ രാവുപകൽ ഉണ്ടാക്കുന്ന ഭൂമിയുടെ കറക്കം, അതേപോലെ ചന്ദ്രൻ്റെ പ്രദക്ഷിണം, അതായത് പിന്നെ ഈ ചന്ദ്രൻ ഒരു മാസത്തിൽ ഉണ്ടാക്കുന്ന, ചന്ദ്രിക ഉണ്ടാക്കുന്ന ആ പ്രദക്ഷിണം, ഇതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊക്കെ പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. അതേപോലെ ഒരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ് നമ്മളെ ഈ ശരീരത്തിലുള്ളതെന്നും അതിൽ തെറ്റായ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ സൂചനയാണ് പ്രകൃതിയുടെ ഭാഷയായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഭാഷയായ, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഷയായ, അല്ലെങ്കിൽ പിന്നെ യഹോവയുടെ ഭാഷയായ, അല്ലെങ്കിൽ പിന്നെ ഇന്ത്യൻ മിഥോളജിയിലുള്ള ദൈവങ്ങളുടെ ഭാഷയായ ഈ എല്ലാ അനുഭൂതികളും, എല്ലാ രോഗലക്ഷണങ്ങളായിട്ട് നമുക്ക് തോന്നുന്ന അനിഷ്ട രോഗങ്ങളും യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ തന്നെ സത്യസന്ധമായ ഭാഷയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്നും അത് എങ്ങനെ ഇല്ലാതാക്കാമെന്നും അതുണ്ടാവാൻ എന്ത് നമ്മൾ ചെയ്തിട്ടാണ് പ്രകൃതി ഇങ്ങനൊരു സൂചന നൽകുന്നത് എന്നും വിവേകത്തോടു കൂടി ഒന്ന് അനലൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ യാതൊരു സംശയവും നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾക്ക് അതിമനോഹരമായി അതിസുന്ദരമായി ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയുടെ മടിത്തട്ടിൽ, ഈ ദൈവത്തിൻ്റെ പരിലാളനയിൽ, ഈ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ
ദൈവം എന്നത് ഈ കരുണയില്ലാത്ത, നമ്മളെ ചുട്ടുകൊല്ലുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന, നമ്മളെ ശിക്ഷിക്കുന്ന ഒന്നുമല്ല. ദൈവത്തിന് ആ പണി അറിയില്ല. ആ എന്ന ബോധത്തോടു കൂടി ദൈവം എന്നത് യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്. പ്രപഞ്ചം എന്നത് നമ്മൾ തന്നെയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അടങ്ങിയ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അതിൻ്റെ ഭാഗമാണെന്നുള്ള ബോധം നമുക്കുണ്ടാവണം. അതല്ലാതെ വേറൊന്നും ഉണ്ടാവേണ്ടതില്ല. നിങ്ങൾ അതല്ലാതെ വേറെ എത്ര ഹജ്ജ് ചെയ്തിട്ടോ, അല്ലെങ്കിൽ പിന്നെ നോമ്പ് വെച്ചിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ള ഈ ജീവികളെ കൊന്ന് പിന്നെ വിതരണം ചെയ്തിട്ടോ ഒന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ. ഇത് പരമാവധി ഞാൻ എൻ്റെ എല്ലാ ബി എഡിനൊപ്പം പഠിച്ച ആൾക്കാരുടെ നമ്പറുകളാണ് കുറച്ചെങ്കിലും എൻ്റെ കയ്യിലുള്ളത്. അവർക്കൊക്കെ അയച്ചു കൊടുക്കും. അതേപോലെ അതേ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളും അയച്ചു കൊടുക്കുക. അതായത് വയസ്സന്മാർക്ക് ഇതൊന്ന് അയച്ചു കൊടുത്താൽ അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ അവർ വിചാരിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്നും ചെറുപ്പത്തിലെ ഉള്ള പോലെ തന്നെ എല്ലാ പിന്നെ വൈകൃതങ്ങളും, അതായത് ഭയങ്കര പിന്നെ ആക്രാന്തം, ഭക്ഷണത്തിന് കൊതിയും, അതേപോലെ സെക്സിന് ഒരു ആർത്തിയും ഇതൊക്കെ ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ളവർക്കല്ല ഞാൻ ഈ പറയുന്നത്. ഇത് ഇനി നമുക്ക് സുഖമായിട്ട് നമ്മളെ തലച്ചോറ് കൊണ്ട് നല്ല ഈ ലോകത്തെ ആസ്വദിച്ച് ഈ ലോകത്ത് നടക്കുന്ന ഗതിവിഗതികളൊക്കെ നോക്കി മനസ്സിലാക്കി അതെങ്ങനെയായിരിക്കും ഇനി പോവുക എന്നുള്ള കുറച്ചും കൂടി ഇൻ്റലക്ച്വലായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തണം എന്ന് ആഗ്രഹമുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ ലോകം, നമ്മളെ ഈ ഭൂമി, ഈ ജീവൻ തുടിക്കുന്ന ജീവൻ എന്ന പ്രതിഭാസം, അമൂല്യ അനർഘ പ്രതിഭാസം നിലനിൽക്കുന്ന ഈ ഭൂമിയുടെ തൊലിപ്പുറത്ത് ഇനി എന്തൊക്കെ തമാശകളാണ് ഉണ്ടാവാൻ പോകുന്നതെന്നും അത് നല്ല കൂലങ്കഷമായി രസകരമായി കാണാനും അതിൻ്റെ ഗതിവിഗതികൾ താളങ്ങളൊക്കെ ആസ്വദിക്കാനും താല്പര്യം ഉണ്ടാവുക എന്നതാണ് നമ്മളെ ഈ വയസ്സുകാലത്തെ ജോലിയൊന്നും. അതല്ലാതെ കുറേ വേണ്ടാത്ത കുറേ കാര്യങ്ങൾ തിന്നലോ, അല്ലെങ്കിൽ വേണ്ടാത്ത കുറേ പിന്നെ ഈ ലൈംഗികമായ കാര്യങ്ങളൊന്നും അല്ല നമ്മളെ താല്പര്യം എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കുള്ളത് മാത്രമാണ് ഇതെന്നും. അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും യാതൊരു സംശയമില്ലാതെ സുഖമായിട്ട് ജീവിക്കാൻ ഈ പ്രകൃതിയുടെ സംവിധാനങ്ങൾ, ജീവൻ്റെ സംവിധാനങ്ങൾ, പ്രകൃതി സംവിധാനം അതിനുള്ളതാണെന്നും അതിനുള്ള എല്ലാ നിങ്ങളുടെ ഓരോ സ്റ്റെപ്പും അതിലേക്ക് നയിക്കുമെന്നും ആരോഗ്യത്തിലേക്ക് നയിക്കുമെന്നും എന്നും ആണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഉറപ്പ് പറയാനുള്ളത്. ഇത് എൻ്റെ ഈ കഴിഞ്ഞ 35 കൊല്ലത്തെ 36ാമത്തെ കൊല്ലമാണത്. 36 കൊല്ലത്തെ അനുഭവങ്ങളിലൂടെയാണ് ഇത് പറയുന്നത് എന്നും. അതിൽ തെറ്റുകളുണ്ടാവാം. ആ തെറ്റുകളുണ്ടെങ്കിൽ പോലും ആ തെറ്റുകളൊക്കെ തന്നെ എൻ്റെ സ്വന്തം വ്യക്തിപരമായ അപാകതകൾ കൊണ്ടും ബുദ്ധിശൂന്യത കൊണ്ടും ഉണ്ടായതാണെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ മതത്തെക്കുറിച്ചിട്ടും മതവും അതേപോലെ തന്നെ സംസ്കാരം, അതേപോലെ തന്നെ പിന്നെ അതിനുശേഷം രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. ആ ഷെയർ ചെയ്തിട്ട് ഇങ്ങനെയുള്ളൊരു പുതിയ ദിശ, പുതിയ ഒരു പാരഡിഗം ഷിഫ്റ്റ് നമ്മുടെ സമൂഹത്തിൻ്റെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ ചിന്തക്ക് ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിവിടെ വലിയ ചൂഷണങ്ങളൊന്നുമില്ലാതെ മറ്റുള്ളവൻ്റെത് അപഹരിക്കാതെ ജീവിക്കാനുള്ള എല്ലാം പ്രകൃതി ഇവിടെ വേണ്ടത്ര നൽകിയിട്ടുണ്ട്. പ്രകൃതിയാണെന്നോ ദൈവമെന്നോ അള്ളാഹുവെന്നോ ഈശ്വരനെന്നോ അല്ലെങ്കിൽ ഇന്ദ്രനെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പറഞ്ഞു.
അതല്ല പ്രധാനം. എന്തായാലും അങ്ങനത്തെ ഒന്നും ഇവിടെ ഈ ഭൗമഗോളത്തെ ജീവികൾക്ക് പ്രകൃതി നൽകിയിട്ടുണ്ട്. അതാണ് പ്രകൃതി, പ്രകൃതിയുടെ ഭാഗമാണ്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.